എടാ ഞാൻ തോട്ടത്തിലോട്ട് പോവാ, ചീനി കിടക്കുന്ന കപ്പ തോട്ടത്തിൽ പോവാണേ, പോയിട്ട് വരാം. കപ്പത്തോട്ടത്തിൽ പോവാ, കാണിച്ചു തരാം. അങ്ങോട്ട് പോവാ, അവിടെ കൃഷിയാണ്, അങ്ങോട്ട് പോവാം. എന്താ കൃഷി? കപ്പ നട്ടേക്ക് പോവാ. ഭയങ്കരമായ പന്നി ശല്യം കൊണ്ട് ഒരു രക്ഷയില്ല, അങ്ങനെ അങ്ങോട്ട് പോവാ. കൊടുവാളൊക്കെ ഉണ്ടല്ലോ. അത് കൊടുവാളുണ്ട്. കൊടുവാള ഇത് ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ, കാരണം മനുഷ്യ ജീവനെ ഭയമാണ്. അതുകൊണ്ട് കൂട്ടത്തോടെയാണ്, ഒന്നും രണ്ടും അല്ല, കൂട്ടത്തോടെയാണ് വരുന്നത്. 10-15 കാണും ഡെയിലി. തോട്ടം എത്താറായി. കപ്പത്തോട്ടത്തിലോട്ട് പോവുക. പന്നി ഇതിനകത്ത് കയറും, അതിന് സമയമില്ല. ഇങ്ങനെ വന്നും പോയി നിൽക്കും. കൃഷികൾ മുഴുവൻ നശിപ്പിച്ച് എല്ലാം കളഞ്ഞു. ഒന്നും ഇപ്പം കൃഷി ചെയ്യാൻ ഒക്കാത്ത രീതിയിൽ ഇങ്ങനെ ഇട്ടേക്കുവാ. വീടല്ലേ കയ്യാലയുടെ ഇതായിട്ട് കിടക്കുവാണ്. എന്തൊക്കെ ഇവിടെ കപ്പ ഇല്ലായിരുന്നു? ഇതെല്ലാം കപ്പ നട്ടിരുന്ന എല്ലാം ഈ പന്നി കളച്ച് കളഞ്ഞതാണ്. ഇവിടെ എല്ലാം കപ്പയുണ്ടായിരുന്നു, എല്ലാം കളച്ച് കളഞ്ഞു. ഈ ഭാഗം എല്ലാം എല്ലാം പന്നി കളയ്ക്കുന്ന. ഒരുപാട് ചൂട് ഇതുപോലെ കംപ്ലീറ്റ് പന്നി കുത്തി മറിച്ചിട്ടേക്കുവാണ്. എല്ലാം പന്നി കുത്തുന്നതാണ് ഇത്. ഞാൻ ഇവിടെ 8 മണിക്ക് തോട്ടത്തിൽ വന്നു കഴിഞ്ഞാൽ നേരം വെളുത്ത് 6 മണിക്കാണ് വീട്ടിൽ പോകുന്നത്. അതുവരെ ഈ തോട്ടത്തിൽ ഇങ്ങനെ ഇരിക്കുക. ഇത് വരുമ്പോൾ നമുക്കറിയാം, ഈ കപ്പയുടെ സൈഡിൽ ഈ തോല് കിടക്കുന്നതുകൊണ്ട് ഒച്ചയേക്കാം. അടുത്ത് ചെല്ലാൻ പറ്റത്തില്ല, പേടിയാണ്, ഒറ്റയ്ക്കുള്ളതുകൊണ്ടേ. പിന്നെ പടക്കം പൊട്ടിച്ച് എറിയുക. ഇതിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ ഇത് പോവും. എത്ര മാസം? ഇതിപ്പോൾ ഒരു 6 മാസമായിട്ടേ ഉള്ളൂ. ഇനി ഒരു 3 മാസത്തെ വിളവോടും. ഇനി 3 മാസം രാത്രി ഉറക്കം ഇവിടെ തന്നെ, ഈ തോട്ടത്തിൽ തന്നെയാണ് 3 മാസം. കൃഷി കൊണ്ടുള്ള ജീവിതമാണ്. അത് ഇങ്ങനെ പോവുക. പന്നിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെങ്ങനെ ജീവിക്കാൻ പറ്റും? പന്നിയെ പേടിച്ച് രാത്രി ഉറങ്ങാൻ സാധിക്കാത്ത ഒരു കർഷകൻ്റെ ജീവിതമാണ് നമ്മൾ കണ്ടത്. ഇത് സേതു എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ മാത്രം അവസ്ഥയല്ല, ഈ മേഖലയിലെ എല്ലാത്തരം കർഷകരുടെയും ജീവിതം എങ്ങനെയാണ്. രാത്രി കാലങ്ങളിൽ ഇത്തരത്തിലുള്ള കൃഷിയിടങ്ങളിൽ വന്ന് തമ്പടിച്ച് പന്നിയെ ഓടിക്കേണ്ട ഒരു അവസ്ഥയാണുള്ളത്. ഇതിന് ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാക്കണം എന്നുള്ള ആവശ്യമാണ് നിരന്തരമായി വനംവകുപ്പിനോട് കർഷകർ ഉന്നയിക്കുന്നത്. പക്ഷേ ഇതുവരെ ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല. ക്യാമറമാൻ ഷാനാസ് ഫരീദിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.